വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട പ്രതികൂലങ്ങൾ, സഭ നേരിടുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ കടന്നു പോകുന്ന കാര്യങ്ങൾ, അതിലൂടെ ദൈവവചനപ്രകാരം എങ്ങനെ നാം അതിനെ നേരിടാമെന്നുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പ്രിയ ബ്രദർ ജാക്സനും കൂടെ ഉണ്ട്. അപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിക്കും. പരിശുദ്ധാത്മാവ് അതിൽ വിവേചിച്ച് തന്നെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നാളിതുവരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിന്ന് സുവിശേഷീകരണത്തിൻ്റെ സുവിശേഷീകരണം ചെയ്യുന്ന രീതികൾ, അല്ലെ പൊതുവെ ചെയ്തു പോകുന്ന രീതികൾ, അതിലുണ്ടാകുന്ന എതിർപ്പുകൾ, അതിൽ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, അതിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ ആത്മീയ വശങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഒന്നാമത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പം വളരെയധികം സുവിശേഷീകരണം നടത്തുന്ന രീതികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പലരും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. നാളുകളായി നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു സുവിശേഷീകരണ രീതി എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കലി ഒന്ന് ട്രാക്റ്റ് വിതരണം ചെയ്യുക, 2 പരസ്യ യോഗങ്ങൾ നടത്തുക, ഒരു ജംഗ്ഷനിൽ പരസ്യമായി യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നു, 3 ചൂടൊക്കെ വൈഡായിട്ട് ചിന്തിച്ചുകൊണ്ട് കൺവെൻഷൻ യോഗങ്ങൾ, വലിയ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നു, പാട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇന്നിപ്പോൾ പലതിൻ്റെ സ്കെയിലൊന്നും മാറി. അതായത് മൊത്തത്തിൽ നമ്മുടെ ഇപ്പം നാടുകളിൽ നടക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെല്ലാം നടക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ. പണ്ട് ഒരു ഗാനമേള നടക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ഗാനമേള നടക്കുന്നത്. പണ്ട് പാട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് ലൈറ്റും അതൊരു വലിയ ഷോ ആയി മാറി. ഒരു മെഗാ ഷോ പോലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങളോട് അത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഷോ ആയി മാറി. എന്ന് പറഞ്ഞ പോലെ പരസ്യ യോഗങ്ങൾ ഇന്ന് പലപ്പോഴും നടക്കുന്നത്, നേരത്തെ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് സുവിശേഷം പറയുന്നു, ഇപ്പോൾ അതൊരു മ്യൂസിക് ബാൻഡിൽ നിന്ന് ഒരു നല്ല മ്യൂസിക് പെർഫോമൻസ് നടക്കുന്നു, അത് കഴിഞ്ഞ് സുവിശേഷം അറിയിക്കുന്നു എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാക്റ്റ് വരുന്ന, സാധാരണ ഒരു നോട്ടീസ് വരുന്ന രീതി മാറി നല്ല കളർ പോസ്റ്ററുകളായി വന്ന് കൊടുക്കുന്ന രീതിയും വന്നിട്ടുണ്ട്. പിന്നെ സുവിശേഷ യോഗങ്ങളും മുമ്പേ പറഞ്ഞ പോലെ ഭയങ്കര കളർ ലൈറ്റ്, ലേസർ ലൈറ്റ്സ്, അതും ഒരു LED വോൾ, അങ്ങനെ ഒരു മാറ്റം വന്നു. ഇനി ഇതൊന്നും അല്ലാതെ സോഷ്യൽ മീഡിയ, ഇപ്പം നമ്മൾ മീഡിയ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് ഒരുപാട് ആൾക്കാരത് നല്ലതായിട്ട് പറയുന്നു. ചില ആൾക്കാർ, അതായത് ഫണ്ടമെൻ്റലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, പണ്ട് മുതലേ സംഭവിക്കുന്ന പോലെ, അതിന് വളരെയധികം വിമർശിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ബാൻഡ് വന്ന് പെർഫോം ചെയ്യുന്നത്, അവർ ചെറിയ രീതിയിലല്ല, ഒരു നല്ല സൗണ്ട് സിസ്റ്റം വെച്ചുകൊണ്ട് ഒരു കവലയിൽ ചെന്ന് വളരെയധികം എഫേർട്ടിട്ടും എല്ലാമാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആവശ്യകതയുണ്ടോ? മറിച്ച് അതിനകത്ത് നേരത്തെ ഒരു സാധാരണ രീതിയിൽ ചെന്ന് പ്രസംഗിക്കുന്നതിനപ്പുറമായിട്ട് അതൊരു പ്രോഗ്രാം സ്റ്റൈലിലോ അതിൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻഷ്യലായിട്ടോ ഒരു ഡയറക്റ്റ് ഗോസ്പൽ പറയുന്നതിനല്ലാതെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പം അത് വേണോ, അതിൻ്റെ ആവശ്യകതയൊക്കെ വിമർശിച്ചും പറയുന്നുണ്ട്. അപ്പം പാസ്റ്റർ ഇതെല്ലാം കാണുന്നതാണല്ലോ. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ടേക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും. ഓക്കെ ബ്രദറെ, ബ്രദർ ഈ പറഞ്ഞതുണ്ടല്ലോ, ഈ മാറ്റങ്ങളെല്ലാ മണ്ഡലങ്ങളിലും വരുന്നുണ്ട്. ആ മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ജാക്സൺ ബ്രദറിനോട് പറയാം. ഞാനിപ്പോൾ ബ്രദറിനൊരു ഗിഫ്റ്റ് തരുമ്പോൾ, ഗിഫ്റ്റ് ഐറ്റം ഇപ്പം ഞാൻ ഈ മൊബൈലാണ് ഞാൻ ബ്രദറിന് തരുന്നതെങ്കിൽ, എനിക്ക് അത് പാക്ക് ചെയ്യുന്നതിനകത്ത് ഏത് മെത്തേഡും സ്വീകരിക്കാം, ഏത് തരത്തിൽ. ആ പാക്കിങ്ങിലാണ് നമ്മൾ ചില കാര്യങ്ങൾ, ചില ഗിഫ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ വലിയ കാര്യമുള്ളൂ, പക്ഷേ ആ ഗിഫ്റ്റ് അത് പെട്ടെന്ന് അട്രാക്റ്റീവാണ്. അപ്പോൾ എങ്ങനെയും സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഫോണിന് മാറ്റമില്ലെന്ന് പറഞ്ഞ പോലെ ദൈവവചനത്തിൻ്റെ കാര്യങ്ങൾ, സത്യങ്ങൾക്ക് മാറ്റം വരാത്ത ലെവലിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് സുവിശേഷം എത്തിക്കാം. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്പകാലങ്ങളിൽ ഈ ഒരു സുവിശേഷം ആകർഷിക്കാൻ വേണ്ടി ഒരാൾ, അദ്ദേഹം ഇങ്ങനെ സർക്കസ് പോലെ തലകുത്തി നിൽക്കുക. അപ്പോൾ ജനങ്ങളെല്ലാം കൂടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് ആ നോർമൽ ഇതിലേക്ക് വന്നിട്ട് അദ്ദേഹം യേശുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എങ്ങനെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ആത്മീയ പിതാവ് പാസ്റ്റർ തോമസ്
അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചെങ്ങന്നൂരെ ഫെയ്ത്ത് ഫാമിലി ചർച്ച് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്പോർട്സ്മാനായിരുന്നു. എല്ലാ കളികളെ, ഫുട്ബോള്, വോളി, ക്രിക്കറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ വോളിബോളിലൂടെ അദ്ദേഹം അങ്ങനെ പോയി ഫ്രണ്ട്സിനെ പുള്ളി അങ്ങനെ ഫ്രണ്ട്സിനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അപ്പോൾ യേശുവിന് സുവിശേഷം പറഞ്ഞ് അങ്ങനെ പുള്ളി അവരെ പെട്ടെന്ന് ഞങ്ങളുടെ സഭയിലേക്ക് അല്ലെ അങ്ങനല്ല, അദ്ദേഹം അങ്ങനെ അവർ കൂടി വരുന്നിടത്തൊന്നും ഒരു വ്യക്തിയെ പോലും അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അവർ കൂടി വരുന്നൊരു ഗാദറിങ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ പൊതുകാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിലുള്ള യേശുവിൻ്റെ ആ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ബ്രദറിനും അറിയാവുന്ന വ്യക്തികളുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അപ്പം അങ്ങനൊരു പറയുന്നത് സുവിശേഷം നമുക്ക് ഏത് തരത്തിലും മറ്റുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം അതിന് വിലക്കുകൾ നമ്മുടെ കുറച്ച് ഞാൻ വേണം ഇങ്ങനെ പറയാം, നമ്മുടെ ഒരു ആത്മീയ കണ്ണ് തുറന്നെങ്കിലേ പറ്റത്തുള്ളൂ സഭയ്ക്ക്. യേശുവിൻ്റെ രീതിയിൽ പറഞ്ഞാൽ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല. റോമർ 12 ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളാണ് പറയുന്നത്. റോമർ 12 പറയുന്ന റിന്യൂ യുവർ മൈൻഡ്, അല്ലേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. ഇന്ന് നമ്മുടെ ആ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് എങ്ങനെ സുവിശേഷം എത്തിക്കാം, അതിനിപ്പോൾ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുന്നത് റെയ്നാർഡ് ബോങ്കെ. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ദൈവം എൻ്റെ കയ്യിൽ ഒരു ചൂണ്ടൽ തന്നു. ഞാൻ ചൂണ്ടയിടുമ്പോൾ ദൈവം പറഞ്ഞു, നീ ചൂണ്ട കൊണ്ട് നിനക്ക് പിടിക്കാമെന്ന്. ചൂണ്ട കൊണ്ട് നമുക്കറിയാമല്ലോ, ഒരു വൈകുന്നേരം വരെ ഇടുന്നാലും പരിമിതിയുണ്ട്. പിന്നെ ദൈവം എനിക്ക് വല തന്നു, പിന്നെ ദൈവം എനിക്ക് ബോട്ട് തന്നു, ഫിഷിംഗ് ബോട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ബോട്ട് പോയി, നമ്മൾ പണ്ട് മുക്കുവര് പോയി ചൂണ്ടലിട്ട് വല പിടിക്കുന്നുള്ള ഇന്നത്തെ രീതി, ഈ ഇത് പോയി ധാരാളം മത്സ്യങ്ങളുമായി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാട് സുവിശേഷം എത്രയും ഇത് കർത്താവ് വരുന്നതിന് മുമ്പ്, അങ്ങനെയല്ല കർത്താവിൻ്റെ വരവ് തന്നെ പറയുന്നത്, സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ ചിലരുടെ കോളിങ് ഇൻഡിവിജ്വൽ മുമ്പേ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ സുവിശേഷമായിരിക്കും, ഗോസ്പല. ചിലർ ട്രാക്റ്റ് മുമ്പേ പറഞ്ഞ പോലെ അത് കൊടുക്കുമായിരിക്കും. ചിലർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ മിനിസ്ട്രിയാണ്. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ എനിവേ, പൗലോസ് പറയുന്നില്ലയോ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ, ചിലർ അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നു, എനിവേ ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. പിന്നെ വചനം പറയുന്ന പോലെ ഫലമില്ലാത്തതിന് അതിൻ്റെതായ കാര്യങ്ങൾ അറിയാമല്ലോ. തീയിലൊരു ശോധനയുണ്ട് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മൾ പണ്ട് കേട്ട പണ്ടത്തെ പാട്ടുകൾ അങ്ങനെ ആയിരുന്നു, അങ്ങനെയല്ല. ഇന്നത്തെ ആ കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് യേശുദാസൊക്കെ പാടുന്ന, അല്ലെ അവരാ PC ഷൂലെയൊക്കെ പാടുന്ന ആ കാലഘട്ടത്തിലെ ഫിലിം സോങ്സാണ് ഇന്നത്തെ ട്രെൻഡ് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇന്ന് യൗവന തലമുറകൾക്ക് മനസ്സിലാകുന്ന പോലെ നമുക്കത് എനിക്ക് തോന്നുന്നു പറയുന്നത് ഈ ഭാഷയുടെ ഒരു മാറ്റം വരുന്നുണ്ടല്ലോ. അതായത് സംസാര രീതികൾക്കും ചെയ്തികൾക്കും എല്ലാം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മാറ്റം. ഇപ്പം പഴയ പാട്ടുകൾ പറയുന്ന പോലെ കാവ്യാത്മകമായിട്ട് പറയുന്നത് ഇന്നത്തെ ജനറേഷന്റെ സംസാരത്തിനിടയ്ക്കോ അല്ലെ പലപ്പോഴും അതില്ല, പാട്ടുകളിലും അതില്ല. അപ്പം ഭാഷകളുടെ രീതി അങ്ങനെ മാറുമ്പോൾ സെയിം നമ്മളും അത് ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ മാറ്റത്തിലേക്ക് വരണം. ഇപ്പൊ യേശു, ഞാൻ ചോദിക്കുന്ന കുരുടനെ സൗഖ്യമാക്കി, വൃത്തിമായി സൗഖ്യമാക്കുന്നുണ്ട്. 2-3 കുരുടന്മാരുടെ ഭാവമുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് വൃത്തിമായി അവിടെ നിന്ന് യേശു പോകുമ്പോൾ യേശുവിനെ നിലവിളിച്ചു, യേശു ദാവീദ് പുത്ര ഹാവ് മേഴ്സി ഓൺ മീ, സൺ ഓഫ് ഡേവിഡ്. കർത്താവ് അവിടെ നിന്നു, അല്ലേ, നിലവിളിക്കുന്നുണ്ട്. ശിഷ്യന്മാർ വന്ന് മിണ്ടായിരിക്കും, റിബ്യൂക്ക് ചെയ്തു. അപ്പം അതിനുശേഷം കർത്താവ് അവിടെ നിന്നിട്ട് അവനെ വിളിക്കാൻ പറയുന്നു. താൻ തൻ്റെ കയ്യിൽ റോമൻ ഗവൺമെൻറ് കൊടുത്ത പുതപ്പും അറിയില്ല അതും തൻ്റെ പിച്ചപ്പാത്രമെല്ലാം ഇട്ടിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഓടിയപ്പോൾ യേശു എങ്ങനെയാണ് ചെയ്തത്? യേശു ഒരു മെത്തേഡിലല്ല ഹീലിംഗ് ഒന്നും. അപ്പോസ്തലന്മാരുടെ എല്ലാം വ്യത്യസ്തമാണ്. യേശു അതെല്ലാം പ്രവർത്തിച്ച ഒരാത്മാവ്, പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. അതല്ല ഞാൻ ഇന്ന് പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയും, ദൈവം ഫ്രിഡ്ജിലുള്ളത് ഉപയോഗിക്കത്തില്ല. അവസാനം എന്ത് ചെയ്തു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എൻ്റെ കാടിൻ്റെ കാഴ്ച കിട്ടണം. യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ. എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവൻ്റെ വിശ്വാസം എന്തായിരുന്നു? യേശു വിളിച്ചപ്പോൾ തനിക്കുള്ളത് പ്രാധാന്യമായിട്ട് കണ്ടതെല്ലാം പിറ്റേ ദിവസം തനിക്കിനി അവിടെ വിഷയം തണ്ടാനൊക്കത്തില്ല. കാരണം തന്നെ അവിടെ അറിയാമല്ലോ, അവിടെ ഇരിക്കാനുള്ള ഓതറൈസ് ചെയ്തിരിക്കുന്ന സംഭവം. അപ്പം താൻ അതിനെ വിട്ടോടുകയാണ്. അതേസമയം പിറവിക്കുരുടനെ എങ്ങനെയായിരുന്നു? കണ്ണിൽ അല്ലേ തുപ്പി ചേറ് വെച്ച് കണ്ണിൽ പുരട്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തല പ്രവൃത്തിയിൽ വചനത്തിൽ കാണിച്ചാന്ന് പറയുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു കണ്ണിനെ ഒരു വ്യക്തിയെ ദൈവം ഹീൽ ചെയ്യുന്നത് ഒരു അനോയിൻറ്റഡ് മാനിലൂടെ, ദൈവം ഒരു സെർവൻ്റ് ഓഫ് ഗോഡിലൂടെ ദൈവം ചെയ്യുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കർത്താവ് ചേറിൽ തുപ്പിയെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ വേറൊരു എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്താണ് അത് പിശാചാന്ന് പറഞ്ഞ് നമുക്ക് പറയാനൊക്കത്തില്ല. ഫലം കൊണ്ട്, ഞാൻ നേരത്തെ സുവിശേഷങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ്,
ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം, ഇല്ലേ? ഉള്ളിൽ നിന്ന് എരിഞ്ഞയിലും, അല്ലേ കർത്താവ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ വ്യക്തിയുടെ ജീവിതവും പ്രാർത്ഥനയും ഫലങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ എനിക്ക് ഏറ്റവും വിഷമമായത്, ഈ പിള്ളേർ ഒന്നാമതേ നമുക്കറിയാം തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേ? ഒത്തിരി സ്ട്രിക്റ്റായിരുന്ന പഴയ പാരമ്പര്യ സഭകളിൽ നിന്നല്ല ഈ പാസ്റ്റേഴ്സിൻ്റെ മക്കൾ പോലും, അല്ലേ, അതിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ കാര്യം നമ്മൾ ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ദൈവദാസനാണ്, എനിക്കൊരു മോനുമുണ്ട് മോളുമുണ്ട്. മോളും മരുമോനും ഒരു സഭയുമായിട്ട് ലെവലിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നു. മോനെ അവൻ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി അവന് പറയുന്നത് ഒത്തിരി സപ്പോർട്ടൊന്നല്ല, അവന് ജോലിയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഞാൻ പുള്ളിയെ സജസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ വരാത്ത സമയം ട്രിവാൻഡ്രത്ത് അദ്ദേഹം പോകുന്നൊരു ചർച്ചുണ്ട്. ഞാൻ ചോദിക്കും, നാളെ പോകുന്നില്ലയോ? നാളെ പോകുന്നുണ്ട് പാപ്പ. അവൻ ആ പള്ളിയിൽ പോവാം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരും. അല്ല, നീ നാളെ പ്രസംഗിക്കണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല, മനസ്സിലായോ? നീ ഇന്ന ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. അപ്പോൾ അവന് കുഞ്ഞുങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസന് അദ്ദേഹത്തിൻ്റെ മക്കൾ വിശ്വാസി വന്ന അവർ പറഞ്ഞ്, ഞങ്ങളിവിടെ വന്ന വിസിറ്റ് ചെയ്ത ദൈവദാസന്മാരുടെ ലൈഫ് ഞങ്ങൾ കണ്ടിട്ടല്ല, അത് ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, പക്ഷെ ഞങ്ങളുടെ ഫാദറിൻ്റെ അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ ജെന്യൂനാണോ അല്ലയോ എന്നുള്ള ഫേക്കാണോ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പിള്ളേരിൽ ഇപ്പം ഒരിടത്ത് ഇപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കെല്ലാം മ്യൂസിക് അറിയാലോ, ഒരു ഭയങ്കര ഇതല്ലേ. അപ്പം അവരെ ആ ഒരു ലെവലിലേക്ക് അവരെ സുവിശേഷം അറിയിച്ചു. അതൊരു ബഹളമാണ്, അത് വലിയ കൈകൊട്ട യുവമാർ അങ്ങനെയുള്ള ലെവലല്ല. നമ്മൾ അതിനകത്തോടൊരു സുവിശേഷം കൊടുക്കുന്നുണ്ടോ? സുവിശേഷം പകർന്നു കൊടുക്കുന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു മുൻവർഷങ്ങൾ, അതായത് മുൻവർഷം എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊന്നും ഒരു 25-30 വർഷം ആ ഒരു റേഞ്ചിലൊക്കെ ഈ നാടകങ്ങൾ കവലകളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരൊരു കഥ, ഇപ്പം ബൈബിളിലുള്ള കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ അനുഭവ സാക്ഷ്യം പോലെ ഒരു കഥ, അത് അവതരിപ്പിച്ചിട്ട് സുവിശേഷം പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഒരു 2000 ശേഷം അല്ലെ 2010 ശേഷം ഒന്നും അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ആൾക്കാരുടെ ലീഗലിസ്റ്റിക് മൈൻഡ് ഭയങ്കരമായിട്ട് എഴുന്നേക്ക്. കാരണം ഈ മുഖം കാണാതെ കൊടുക്കാതെ സംസാരിക്കാമല്ലോ. അപ്പൊ എന്തെങ്കിലും ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനൊരു കാര്യം ചെയ്താൽ അതിനെയും വിമർശിക്കപ്പെടും. ഏതെങ്കിലും ഇത് ചെയ്യുന്നതിനെല്ലാം വിമർശിക്കപ്പെടുന്ന അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുകയല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴും ആ ചെയ്യുന്നത് നല്ല ഉദ്ദേശമാണെങ്കിൽ അതിൻ്റെ സക്സസ് കാണും. ഈ ഇറങ്ങിത്തിരിച്ചവരൊന്നും ആദ്യ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആരും ഉണ്ടോ? പലതിനെയും തെറ്റായ ഇതിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അല്ലേ? പക്ഷെ ആ നമ്മൾ പിടിക്കുന്നിടത്ത് ഇപ്പം തന്നെ ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ നിയമത്തിൽ നിൽക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ പല ദൈവദാസന്മാരും ദൈവിക ശുശ്രൂഷകരും അവരിൽ നിന്ന് ഈയിടെ നമ്മൾ അടുത്ത കണ്ടിട്ട്, ഞാനൊരു പാസ്റ്ററിൻ്റെ മകനാണ്, പലരും ഞാൻ പിന്മാറി, കണ്ടുണ്ടോ? ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പാസ്റ്ററിൻ്റെ മകളായിരുന്നു എന്നൊക്കെ വരുന്നത് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ സുവിശേഷം. അപ്പം മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഒറ്റ ഒരു കാര്യം ഞാൻ ബ്രദറിനോട് പറയാം. ഞങ്ങൾ ഈ വൈകിട്ട് സൂം മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ കോവിഡ് സമയം മുതൽ തുടങ്ങിയ 10-15 പേര് ഇങ്ങനെ കയറും, സഭ മെമ്പേഴ്സ് തന്നെ. അപ്പോൾ എൻ്റെ കൊച്ചുമകൾ വീട്ടിൽ 5-6 വയസ്സുള്ള അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്പം അലക്ഷ്യമായിട്ട്, കുഞ്ഞല്ലേ, അപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ അവളോട് ഒറ്റ കാര്യം പറഞ്ഞു, മോളെ പകല് മുഴുവൻ യേശുവപ്പച്ചൻ നമുക്ക് ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന സമയമാണ് ഈ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ. അപ്പോൾ ഇവളിങ്ങനെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ കുഞ്ഞ് ചിന്തിച്ച് എന്തോ അപ്പച്ചനും അമ്മച്ചി അല്ലെങ്കിൽ പ്രായം അവരെന്തോ പ്രാർത്ഥന എന്തോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൽ പിന്നെ ആ ടൈം അവളോട് പറയണ്ട, ആ ടൈമിന് അവളോട് വന്നിരിക്കും. കാരണം കുഞ്ഞിൻ്റെ ഭാഷ ഞാൻ സംസാരിച്ചു. ബലിഗ്രഹം ഒരിക്കൽ പറഞ്ഞ പോലെ ഉറുമ്പഴഞ്ഞ് ഒരു പറ്റം, ഉറുമ്പ് കയത്തിലോട്ട് പോവുക, നമ്മുടെ ഭാഷ ഉറുമ്പിന് മനസ്സിലാകത്തില്ല. അപ്പം കൈ വെച്ചാൽ ഉറുമ്പ് കൈയുടെ മുകളിൽ കൂടെ പോകും, അടച്ചാൽ ചത്തുപോകും. ഉറുമ്പാകാമെങ്കിൽ ഉറുമ്പിന് കണ്ടില്ലേ, വാല അതിൻ്റെ ഭാഷ. കുഞ്ഞുങ്ങളുടെ ഭാഷ ഉണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ഭാഷയാണ് മ്യൂസിക്. കുഞ്ഞുങ്ങളുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുക. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ആത്മീയ കണ്ണോട് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ചിലപ്പോൾ നമ്മൾ പാടുന്ന സ്തുതി ചെയ് മനമേ എന്നുള്ള ചിലപ്പോൾ ഇച്ചിരി സ്പീഡിൽ ചിലപ്പോൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇഴച്ച് ചിലപ്പോൾ സ്തുതി ചെയ് മനമേ ആ ലെവൽ, അപ്പോൾ ചിലപ്പോൾ സ്തുതി ചെയ് മനമേ അതാ ആ ലെവലിലേക്ക് കുഞ്ഞുങ്ങളിൽ ആ മ്യൂസിക്കിന് ചിലപ്പോൾ ഒരു വ്യത്യാസം വരുത്തും. അവിടെ അങ്ങനെ നമ്മൾ എങ്ങനെയും മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ ഈ പാലൊക്കെ കുടിക്കുന്ന ഘട്ടം കഴിഞ്ഞിട്ട് ഇതിന് ചിലപ്പം കുറുക്കൊക്കെ എന്ന് പറഞ്ഞില്ലേ, ചില അല്പം കൂടെ വളർച്ചയനുസരിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കഥ പറഞ്ഞും മൊബൈൽ കാണിച്ചും ഒക്കെ തെറ്റാ ചെയ്യല്ലേ.
കാണിച്ച് എങ്ങനെയും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നമുക്കറിയാം സ്പൂണെ കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയ അവിടെ നിന്ന് വായും ദേഹത്തെല്ലാം കാണും. എന്നാലും എങ്ങനെ ആ മാതാവിൻ്റെ ലക്ഷ്യം എന്തോ അതേ ആറ്റിറ്റ്യൂഡ് വേണം സുവിശേഷം എത്തിക്കാൻ. അതിന് നമ്മളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് ചെറിയ പറഞ്ഞിട്ടില്ലോ, ഞാൻ കുറച്ച് പേരെയും കൊണ്ട് അവരെ കംപ്ലീറ്റ് നമ്മളങ്ങ് വിശുദ്ധരാക്കി. അങ്ങനെയല്ല, നമ്മളാണോ വിശുദ്ധരാക്കുന്നത്? നമ്മളല്ലല്ലോ. നമ്മളല്ല. ഇപ്പം 1000 പേര് വന്നാലും 10 പേര് വന്നാലും 50 പേര് വന്നാലും ഞങ്ങളുടെ ഇവിടെ വലിയ കൂട്ടമൊന്നുമില്ല, പക്ഷെ ഉള്ളവരെല്ലാം അങ്ങനെ ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ അങ്ങനെ ഒരു സഭ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ ദൈവകൃപയാൽ പേര് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഒരു 10-15 കുടുംബം പോലും ഇല്ല. അപ്പം അങ്ങനെയുള്ളത് ഭയങ്കര ടീച്ചിങ്. അവർ പറയുന്ന എല്ലാവരെയും ഞങ്ങൾ വചന സത്യം കൊണ്ട് പഠിപ്പിച്ച് വിശുദ്ധിയിലും വേർപാടിലും 2 പേരോട് ഞാനവിടെ സംസാരിച്ചു. ഏതാ, ഞാനൊരു ദൈവദാസൻ്റെ കാഴ്ചപ്പാടിലല്ല, പുറത്തു നിന്നൊരാളെന്നുള്ള ലെവലിൽ ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ പഠിപ്പിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു കുടുംബം ഈ വിശുദ്ധിയുടെ അപ്പുറത്താണ്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞെന്തോ, അതേസമയം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കൊടുത്തുണ്ട്. ദൈവമേ, നീ തന്ന ആടുകൾ ഞങ്ങൾക്കാരെയും മാറ്റാനൊക്കത്തില്ല, ഞങ്ങൾക്കാരെ രൂപാന്തരം സത്യവചനം നമ്മൾ പഠിപ്പിക്കുമ്പോഴും അവർക്ക് പ്രാർത്ഥിച്ചാൽ അവരെ കൃപയെ നിൽക്കും. അപ്പം സുവിശേഷീകരണം നമ്മൾ ആ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ്? മീഡിയയിലൂടെ അറിയിക്കുന്നു. ഏത് മാധ്യമവും എങ്ങനെ നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്രദറെ, ഇത് പറയുമ്പോൾ ദൈവാത്മ എൻ്റെ ഹൃദയത്തിൽ പറയുന്നത്, യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെയും. യേശു ചുങ്കക്കാരുടെയും പാവികളുടെയും മധ്യത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ എന്താ പറഞ്ഞ്? തിന്നിയും കുടിയനെന്നാ പറഞ്ഞു അല്ലേ? അവരുടെ സ്നേഹിതനെന്ന് വിളിക്കുന്നു ചുങ്കക്കാർ. പക്ഷെ കർത്താവരെ നേടാനായിരുന്നു. അപ്പൊ പൗലൂസ് പറഞ്ഞത്, ഞാനെന്തോ ഞാൻ യവനനല്ല, ഞാൻ യഹൂദനാ, പക്ഷെ യവനെയും നേടേണ്ടതിന്. മനസ്സിലായോ? എനിവേ ഹൗ ടു ഗെയിൻ ദം. അപ്പം നമ്മൾ അതിന് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ, ഞാനിപ്പം എങ്ങോട്ട് നോക്കിയാൽ മദ്യപിക്കുന്ന ഒരാൾ കൂടിയിരിക്കുമ്പോൾ അയാളുടെ കമ്പനിയിൽ പോയിരിക്കണം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വ്യക്തിയെ നമുക്ക് വേണം.